സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, കീഴ്പ്പെടുത്താൻ വരും. അവരിൽ നിന്ന് കുറ്റവാളികളായി തീരുന്ന ഒരാൾക്കും വഴിപ്പെടരുത്. ദീനിൽ കുറ്റവാളികളായ ആളുകളില്ലേ, അവർക്ക് വഴിപ്പെടാൻ പാടില്ല. ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് മുനാഫിഖുകൾ. ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് ബിദ്അത്തുകാർ. അവർക്ക് വഴിപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, കല്യാണത്തിന് ആര് വിളിച്ചാലും പോകണം. അങ്ങനല്ല, കല്യാണത്തിന് വിളിക്കേണ്ടവർ വിളിച്ചാൽ പോകണം. അമുസ്ലിങ്ങൾ വിളിച്ചാലൊക്കെ കല്യാണത്തിന് പോകണം, അത് നല്ലതാണ്. പക്ഷേ വിദേഹത്തുകാർ വിളിച്ചാൽ പോകാൻ പാടില്ല. വിദേഹത്തുകാരോടുള്ള അമർഷം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമല്ല, അത് അവർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ വൈകല്യത്തിന്റെ പേരിലുള്ള ഒരു എതിർപ്പാണ്. ഉസ്താദെ, അത് നിങ്ങൾ ഈ കേരളത്തിലുള്ള ഉസ്താദന്മാർക്ക് മാത്രമല്ലേ? അല്ല, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒറ്റൊന്ന് പറയാം, കുറെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാന്നുള്ള തർക്കല്ലല്ലോ, തർക്കല്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ ഉസ്താദ്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ദ്വാരക്കാത്ത ഒരൊറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര കാലം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ, ഏത് ഫർളും സുന്നത്തും, അതിലൊക്കെ എന്റെ ഉസ്താദിന് ഞാൻ ദ്വാരുന്നിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഞാൻ ദ്വാരുന്നിട്ടുണ്ട്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരില്ലാത്ത കേസിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ആ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ബിദ്അത്തുകാരാണ്. അന്നത്തെ ബിദ്അത്തുകാരുടെ പേര് മുഅ്തസിലത്ത് എന്നാണ്. കാലങ്ങൾ ഇങ്ങനെ മാറിയുമ്പോ പേരിങ്ങനെ മാറും. സഹോദരങ്ങളെ, പിന്നെ കുറെ ആളുകൾ വന്നു. ഫസ്റ്റായിട്ട് പുറപ്പെട്ടൊരു വിഭാഗമുണ്ട് ഖവാരിജ്, പിന്നെ വന്നു റാഫിളത്ത്, പിന്നെ വന്നു മുഅ്തസിലത്ത്, പിന്നെ വന്നു ഷിഈയത്ത്. ഷിഈയത്തിന്റെ 30 വിഭാഗമുണ്ട്, 1-2 അല്ല, 30 വിഭാഗമുണ്ട്. ഷിഈയത്ത് ധാരാളമുണ്ട്. പിന്നെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ വഹാബിയത്ത് വന്നു, കുറച്ചുകൂടി അപ്പുറത്ത് മൗദൂദിയത്ത് വന്നു. ഇതൊക്കെ ഒരേ തലമുറയിലെ ഒരേ ആൾക്കാരാണ്. പേരിൽ ചെറിയ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ, അക്ഷരങ്ങളെ മാറ്റം കണ്ടില്ല. ഒരു മാറ്റം, ചില്ലറ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ. ആശയം നോക്കുമ്പോൾ ഒക്കെ ഒരേ കൂട്ടിലേക്കാ പോകുന്നത്. ഞാനിപ്പത് മാർഗം വിശദീകരിക്കല്ല, ഒക്കെ ഈ രൂപത്തിലാണ്. നമ്മൾ അവർക്ക് വഴിപ്പെട്ട് സ്നേഹിച്ചാൽ നമ്മളെ കൽബിൽ നിഫാഖ് വരും, നമ്മളെ കൽബിലുള്ള ഈമാൻ കുറയും. ബഹിഷ്കരണ നിലപാട് എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. 150 ആളുകളാണ് മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ടടിച്ചത്. 1-2 ആളല്ല, 150 ആളുകൾ. അങ്ങനെ മഹാനവറുകൾക്ക് അവസാനം മോചനം കിട്ടി. മഹാനവറുകളുടെ മാർഗമാണ് സത്യം എന്ന് തന്നെ ബോധ്യപ്പെട്ട രീതിയിലാണ് മോചനം കിട്ടുന്നത്. ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് മോചനം കിട്ടിയതല്ല, തന്റെ വാദമാണ് സത്യം എന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് കിട്ടുന്ന മോചനമാണ്. അങ്ങനെ പുറത്തു വന്നപ്പോ കാത്തു നിൽക്കുന്ന കുടുംബക്കാരും ശിഷ്യന്മാരും പറഞ്ഞു, ഉസ്താദേ, 150 ആളുകളും ശരിക്ക് തങ്ങളെ അടിച്ച ആളുകൾ അവര് പ്രതികളാണ്. അവർക്കൊരു കുറ്റം ചാർത്തിയാൽ അവരെയും അറസ്റ്റ് ചെയ്യപ്പെടും. അവർക്കെതിരെ കേസ് കൊടുക്കുകയല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തല്ലിയവർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു, ഇല്ലാ അഹ്ലൽ ബിദ്അ. എന്നെ തല്ലിയവരെ കൂട്ടത്തിൽ കുറച്ച് ബിദ്അത്തുകാരുണ്ട്, അവർക്ക് മാപ്പില്ല. ബാക്കി എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. കുറെ ജാഹിലീങ്ങളുടെ വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, രാഷ്ട്രീയ പക്ഷം ചേർന്ന് തച്ചവരൊക്കെ ഉണ്ട്. ഓക്കെടാ, അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. ബിദ്അത്തുകാർ കുറച്ചേരുണ്ട് കളിച്ചവർ, അവർക്ക് മാപ്പില്ല. അടകള് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് കണ്ടോ? എന്താ മാപ്പില്ലാത്തത്? ബിദ്അത്തിൽ നിന്ന് മടങ്ങി വരട്ടെ, അപ്പൊ മാപ്പ് കൊടുക്കും. അതാ മാപ്പില്ലാത്തത്, വേറൊന്നുമല്ല. അടിന്റെ ഊക്ക് കുറച്ച് കൂടിയതുകൊണ്ട് മാപ്പ് കൊടുക്കാന്നല്ല, ബിദ്അത്ത് എന്നുള്ള ലെവലിൽ മാത്രം മാറ്റി നിർത്തിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്സഹകരണ മനോഭാവം ഈമാനിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. വലാ തർഖനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. എടുത്തു നോക്കൂ, ഖുർആൻ പണ്ഡിതന്മാരിൽ 3-ലധികം ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, വലാ തർക്കനു, നിങ്ങൾ ചാഞ്ഞു പോകരുത്, ഇലല്ലദീന ളലമൂ, അക്രമകാരികളിലേക്ക് എന്ന് പറഞ്ഞതിന് 3-ലധികം പണ്ഡിതന്മാരുടെ തഫ്സീർ കാണാം. അഹ്ലുൽ ബിദ്അ വൽ അഹ്വാ, ബിദ്അത്തുകാർ, താന്തോന്നികൾ, അവരിലേക്ക് ചാഞ്ഞു പോകരുത്, ആകർഷിച്ചു പോകരുത്. ഫതമസ്സകുമുന്നാർ, നരകത്തിൽ കടക്കേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിച്ച തഫ്സീർ പറഞ്ഞതാണ്. വലാ തുത്ഇ മിൻഹും ആസിമൻ ഔ കഫൂറ. മക്കയിൽ പ്രമാണിമാരുണ്ട് നബിയെ,
പ്രഭുക്കളുണ്ട്, ഗോത്രത്തലവന്മാരുണ്ട്. പക്ഷെ ആ വിശ്വസിക്കാത്ത, അള്ളാഹുൽ വിശ്വസിക്കാത്തവരൊക്കെ